ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗിൽഡ് പോർക്ക് വിത്ത് സ്വീറ്റ് ഒനിയൻ സോസാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതുണ്ടാക്കുന്നതെന്ന് കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനൊരു 1/2 ഇഞ്ചോളം തിക്നെസ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫുള്ള് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള മിക്സ് റെഡിയാക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രില്ല് ഓണാക്കി വെക്കാം. ഗ്രില്ല് ഓണാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യാം. ഞങ്ങൾക്കൊരു ബൗൾ എടുത്ത് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടീസ്പൂൺ സിന്നമൺ പൗഡർ, 1 ടീസ്പൂൺ ഓൾ സ്പൈസ് പൗഡർ, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ നേരത്തെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പീസുകൾ മുഴുവൻ നമുക്ക് ചൂടായ തവയിലേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്ത മിക്സ് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് എന്തൊരു ആവശ്യമുണ്ടോ ആ അളവിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫുള്ള് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വീണ്ടും മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ കളറായപ്പോഴത്തേക്കും മുഴുവൻ ഇവിടെ ഗ്രില്ല് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലും ഇതുപോലെ കുറച്ച് വെതറിയിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ള് ഇവിടെ വെതറിയിട്ടിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് ഒരു ട്രേയിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ബേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പരുവത്തിന് കിട്ടിയാൽ മതി. അത് ഞാൻ ഫുൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഒത്തിരി ഒഴിക്കണ്ട. അപ്പോൾ ഫുള്ള് ഞാനിപ്പോൾ 2 ട്രെയിനാണ് എടുത്തേക്കണത്. ഇത് അറൗണ്ട് 30-40 പീസോളം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ ഹണി ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് മുകളിൽ കുറച്ച് ബ്രൗൺ ഷുഗർ വിതറി കൊടുക്കണം. നമ്മൾ ഈ സമയത്ത് അതിന് മുമ്പായിട്ട് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതുപോലെ ബ്രൗൺ ഷുഗർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് അലുമിനിയം ഫോയിലിന് കവർ ചെയ്യണം. കവർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓവനിൽ വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഒരു 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യണം. ആ സമയത്ത് നമുക്ക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് 1/2 കിലോ സ്ലൈസ് ചെയ്ത സവോള ഇട്ട് കൊടുക്കണം. അതൊന്ന് വഴറ്റണം. ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഈ പരിവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ സൂപ്പ് വെച്ച് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്യണം. ആ സോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുകൂടാതെ നമുക്ക് ഒരു 1/4 കപ്പ് മൊളാസസ് ഒഴിക്കാം. അതുകൂടാതെ ഒരു 1.5 കപ്പ് ആപ്പിൾ സൈഡർ വിനെഗർ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബോയിൽ ചെയ്തൊരു 10 മിനിറ്റോളം ബോയിൽ ചെയ്ത് അത് ചെറുതായിട്ട് തിക്കായിട്ട് വരണം. ഏകദേശം ഈ പരിപാടി വയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പോർക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രിൽഡ് പോർക്ക് വിത്ത് സ്വീറ്റ് ഒനിയൻ സോസ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഇംഗ്ലീഷ് സ്റ്റൈലിൽ സെർവ് ചെയ്യുന്ന ഡിഷാണ്. ഇതിന് അതിൻ്റെ സോസിന് ചെറിയൊരു മധുരവും ചെറിയ പുളിപ്പാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡിഷ് സെർവ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.